സംസ്ഥാനത്ത് മിൽമ പാലിന് 4 രൂപ കൂടും. പാൽ വില കൂട്ടാൻ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ശുപാർശ. അന്തിമ തീരുമാനം മെയ് 7 ചേരുന്ന യോഗത്തിൽ എടുക്കും. വിലവർധന നിലവിൽ വരിക തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷമെന്ന് ബോർഡ് ചെയർമാൻ KS മണി പറഞ്ഞു. ഇപ്പോൾ തത്വത്തിൽ സർക്കാർ പാൽവില വർധനവിന് അംഗീകാരം നമുക്ക് മുന്നോട്ട് പോകുന്നതിന് അവർ സമ്മതം നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പാൽവില വർധനവിൻ്റെ തീരുമാനം അടുത്ത ബോർഡിൽ തന്നെ അത് എടുക്കും എന്നുള്ള നിലപാട് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, പാലിനും പൊള്ളുന്ന വിലയാകും എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തീരുമാനത്തിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ചെയർമാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെയാകും വിലവർധന പ്രാബല്യത്തിൽ വരിക? സ്വാതി, കഴിഞ്ഞ 3 വർഷമായി മിൽമ പാലിന് വില വർദ്ധിപ്പിച്ചിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കഴിഞ്ഞ വർഷം പാലിന് വില വർദ്ധിപ്പിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് മിൽമ എത്തുന്നത്. 4 മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാരിന് ശുപാർശ നൽകിയത്. പക്ഷേ സർക്കാർ ആ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ വില വർദ്ധിപ്പിക്കേണ്ട എന്നൊരു നിലപാടിലായിരുന്നു സർക്കാർ ഉണ്ടായിരുന്നത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത പശ്ചാത്തലത്തിലായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു മറുപടി. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പാൽ വില വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു അനുമതി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ശേഷമാണ് ഇന്ന് അല്പസമയം മുമ്പ് മിൽമ ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നത്. പക്ഷേ ഡയറക്ടർ ബോർഡ് യോഗത്തിലും വില കൂട്ടാം എന്നുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇതുവരെയും ഒഴിവായിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഒഴിവായതിനു ശേഷം മാത്രം പാൽ വില കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവിറക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ബോർഡ് യോഗം എത്തിയിരിക്കുന്നത്. കൂട്ടുകയാണെങ്കിൽ തന്നെ 4 രൂപ വർദ്ധിപ്പിക്കാനാണ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഈ കാലയളവിൽ ഏതെങ്കിലും തരത്തിൽ പാൽവില കൂട്ടിക്കഴിഞ്ഞാൽ അത് പെരുമാറ്റച്ചട്ടത്തിനെതിരായിരിക്കും. അതിനോടൊപ്പം തന്നെ പാൽവില വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുമതി തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല മറുപടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറുപടിയോ മിൽമയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് മെയ് 4 ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം മെയ് 6 തീയതിക്ക് ശേഷം ഏതെങ്കിലും ഒരു ദിവസം ബോർഡ് യോഗം ചേരുകയും ഈ 4 രൂപ വർദ്ധിപ്പിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകുകയും ചെയ്യും. അതിനുശേഷം അടുത്ത മാസം മെയ് അവസാനത്ത് പകുതിയോടുകൂടിയായിരിക്കും മിൽമ പാലുകൾക്ക് വില വർദ്ധിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിലവിൽ ലിറ്ററിന് 52 രൂപയാണ് പാലിൻ്റെ വില. അങ്ങനെയാകുമ്പോൾ 4 രൂപ കൂടിയുമ്പോൾ 56 രൂപയിലേക്ക് വരും. അര ലിറ്റർ പാലിന് ഇപ്പോൾ 26 രൂപയാണ്. അത് 28 രൂപയിലേക്ക് പോകും. എന്തായാലും മിൽമ പാലിന് വില വർദ്ധിപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് എപ്പോഴായിരിക്കും പ്രാവർത്തികമാകുക എന്നുള്ള ചോദ്യമാണ്. അത് മെയ് പകുതിയോടുകൂടി ഏത് ഭരണസമിതി, ഇനിയിപ്പോൾ LDF സർക്കാർ വീണ്ടും വരികയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുന്നണി ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ പോലും അടുത്ത ഭരണസമിതി വന്നതിന് ശേഷം അല്ലെങ്കിൽ അടുത്ത സർക്കാർ വന്നതിന് ശേഷം മറ്റൊരു ബോർഡ് യോഗം ചേർന്ന് അതിലൊരു അന്തിമ തീരുമാനമെടുത്തതിന് ശേഷമായിരിക്കും മിൽമ പാൽ വില വർധന പ്രാബല്യത്തിലാക്കുക. സ്വാതി.